എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ നീലൂർ സെന്റ് ജോസഫ് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ്. എൻ്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ട്, എല്ലാവരും വരുവിൻ. എൻ്റെ ദുരിതമെല്ലാം അവനെടുക്കും, പൊരുക മാളോരേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന യേശുനാഥനെ വാഴ്ത്തിപ്പാടി റീതികയും കൂട്ടുകാരും എത്തുന്നു. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും, പൊറുക മാളോരേ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും, പൊറുക മാളോരേ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. നമ്മുടെ ശ്രീയേശു, ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു. ഈ ഞാറ്റുവേല പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു, ഈ കാട്ടുമുല്ല പൂവിലുണ്ട് നമ്മുടെ പൊന്നേശു. അഞ്ചപ്പം അയ്യായിരങ്ങൾ കണ്ണവനേകിയതും, കാനായിൽ കല്യാണത്തിനു വീഞ്ഞൊരുക്കിയതും. അഞ്ചപ്പം അയ്യായിരങ്ങൾ കണ്ണവനേകിയതും, ഗുരുവല്ലേ കൃപയല്ലേ കുരിശേരുമ്പോൾ ചെയ്തതും ത്യാഗമല്ലേ. ഇനി നമുക്ക് ദൈവം കരുണയാണെന്നു വിളിച്ചു ചൊല്ലുക നാം. ഇനി മരിക്കുവോളം അഭയമേകാൻ കുരിശുമുദ്രമതി. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും, പൊറുക മാളോരേ. അവൻ അണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. ഈ ആറ്റിടയ പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു, ചുടുവീർപ്പു വീഴും മണ്ണിലുണ്ട് നമ്മുടെ പൊന്നേശു. ഈ ആറ്റിടയ പാട്ടിലുണ്ട് നമ്മുടെ ശ്രീയേശു,
പുത്രന്റെ ചുടുനീണത്തിന്റെ പൊരുളറിയുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും, പൊറുകമാളോരെ. അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയാക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും, പൊറുകമാളോരെ. അവനണിയുന്നു മുൾമുടി, അവൻ പകരുന്നു പുഞ്ചിരി. ഇനി നമുക്കു നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ. ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക നാം. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവനെടുക്കും, പൊറുകമാളോരെ. വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള വളർച്ചയ്ക്ക് സഹായമാകുന്ന വിധത്തിൽ നല്ല ആത്മീയ ശിക്ഷണങ്ങളും ഇവിടെ നൽകുന്നുണ്ട് എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട കാര്യമാണ്. കുട്ടികൾക്ക് ധ്യാനങ്ങൾ നടത്തിയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം കൊടുത്തും കൗൺസിലിംഗ് വഴിയായി അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രബോധനങ്ങൾ കൊടുത്തും എല്ലാ തരത്തിലും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഒക്കെ ആവശ്യമായ ശ്രദ്ധയും എല്ലാം നൽകുന്നുണ്ട്. ആരാണ് എൻ്റെ യഥാർത്ഥ അയൽക്കാരൻ എന്ന നിയമജ്ഞന്റെ ചോദ്യത്തിന് യേശുദേവൻ നൽകിയ മറുപടിയല്ലായിരുന്നോ നല്ല സമറിയാക്കാരൻ്റെ ഉപമ? മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരോട് കരുണ കാണിക്കുവാനും ഈശോ നമ്മെയും ആഹ്വാനം ചെയ്യുന്നു. ഇതിൻ്റെ നാടോടി നൃത്ത രൂപവുമായി നമ്മുടെ മുന്നിലെത്തുന്നത് എലിസബത്ത് സോണി. കൊല്ലരുതേ പാവമീ പഥികനെ, കൊല്ലരുതേ. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത്, പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത്, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണേ. വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണേ. യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ, യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത്, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണേ. വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരാണേ. ദൂരത്തൊരു കുന്നിന്മേൽ ചേലൊത്തൊരു കുടിലിനുള്ളിൽ ആടുന്നൊരു തൊട്ടിൽ കണ്ട് യാത്രയായി. മനസ്സിൽ കൺമണി തൻ കണ്ണിൽ നോക്കി യാത്രയായി. ഗംഭീരത്താനായി കൺമണിയെ കാണാനായി താരാട്ടും മൂളി താതൻ യാത്രയായി. തനിയെ ഇടവഴിയെ ഭാണ്ഡവുമായി യാത്രയായി. ആരാരും ഇല്ലാ വഴിയിൽ തിര തേടും കഴുകക്കൂട്ടം ആമാടപ്രാവിന് റാഞ്ചാൻ കാത്തുനിന്നു. കള്ളന്മാരഞ്ചു പേരാത്തിയോടാ വഴി പാത്തു നിന്നു, വഴിയിൽ പാത്തു നിന്നു. ഹൃദയം കൊത്തിക്കുടയുന്നു, പ്രാണനായി പിടയുന്നു ആർത്തനായി ആൺപിറാവ്. ചോര വിയർപ്പാക്കി നേടിയതെല്ലാം ആ കള്ളന്മാർ കവർന്നെടുത്തു. ചോര വാർന്ന വഴിയിൽ കിടന്നയാൾ
മൃതപ്രായനായി വിജനതയിൽ. ആ വഴി വന്നു പുരോഹിതനെങ്കിലും മറുവഴി തേടി നടന്നു പോയി. പിന്നിലായി വന്നൊരു ലേവായനെങ്കിലും തൻ വഴി നോക്കിയകന്നു പോയി. ബലിവസ്തു നോക്കാതെ ബലിയർപ്പണത്തിനായി പോകുവോരേ നിങ്ങൾ അന്ധരാണോ? വന്നോരും പോയി കണ്ടോരും പോയി, മൂന്നാമനാരോ വരുന്നുമെല്ലെ തൻ കഴുതമേലായി. ശമറായനവൻ ശരവേഗത്തിൽ മുറിവേറ്റ സഹജന്റെ നേരെ നോക്കി താങ്ങി മടിയിലേറ്റി. എണ്ണയാൽ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതപ്പുറത്തേറ്റി നീങ്ങി. തന്നയൽക്കാരനെ സത്രത്തിലെത്തിച്ചു പരിചരിക്കാൻ പണം നൽകി. മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം. മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോനാരാണേ. വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോനാരാണേ. ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ, ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ. Aims at positive formation of students to motivating them to lead a life in hard work and discipline so that they will become mature enough to face challenges in their life. As the motto for God and country testifies the students to be the children of God. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് തുണയാകുന്നവനാണല്ലോ നല്ല ഇടയനായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നു ലിഷയും കൂട്ടരും.
ക്ലാസ്സിൽ 100% വിജയം തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ്റെ അംഗീകാരം ലഭിച്ച് രണ്ടും മൈനോറിറ്റി സ്ഥാപനങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. സെൻറ്റ് ജോസഫ്സ് പബ്ലിക് സ്കൂളിന് അടുത്തിടെ മികച്ച ഗുണനിലവാരത്തിനുള്ള ISO സർട്ടിഫിക്കറ്റും ലഭിക്കുകയുണ്ടായി. എല്ലാ തരത്തിലും ഈ നാടിന് വലിയ ഒരു നേട്ടമായി അനേകം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഇവിടെ ബോർഡിംഗ് സൗകര്യവുമുണ്ട്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ ഇവിടെ വന്ന് ബോർഡിംഗ് താമസിച്ച് പഠിക്കുന്നുമുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥിനികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളുകൾ അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ മാനേജ്മെൻറ്റും അധ്യാപകരും PTA-യും മറ്റ് അനുബന്ധ സംഘടനകളും എല്ലാം ബദ്ധശ്രദ്ധരാണ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മചൈതന്യമുണ്ട്. ആ ആത്മചൈതന്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇതാ എത്തുന്നു നമ്മുടെ കൊച്ചു കൂട്ടുകാർ. കുന്നിറങ്ങി കാടിറങ്ങി ആടിനെയും തോളിലേറ്റി ആട്ടിടയൻ വരുന്നേ. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും. ആടുകൾ സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. ആടുകൾ
സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. മുറിവുകളേറ്റാലും മാറില്ലവൻ, മരണമടുത്താലും മറയില്ലവൻ. ഇടവഴികളിൽ അലയരുതിനി ഇടയ വഴികൾ അറിയുക ഗണമേ. ഭയമരുതിനി ആലയിലെത്താൻ കർത്താവാണെന്നും എന്നിടയൻ. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്. ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ, ഞാനാടുകൾക്കായൻ ജീവനേകും. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്. ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ, ഞാനാടുകൾക്കായൻ ജീവനേകും, ഞാനാടുകൾക്കായൻ ജീവനേകും. കുരിശുമായി ഗാഗുൽത്തായിലേക്കുള്ള യാത്രയിൽ തന്നെ സഹായിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ക്ഷീണിച്ച കണ്ണുകളാൽ നോക്കുന്ന യേശുനാഥനെ നാം ബൈബിളിൽ കാണുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ കരുണ തേടുന്ന അനേകം കണ്ണുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അവരെ സഹായിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ കുറച്ച് കെട്ടുകാരെത്തുന്നു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ലവേ വേറൊരാളെന്നെ ഒന്നു താങ്ങുവാൻ നാഥ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. സഹിച്ചും മിഴിനീരു തൂകി ഞാൻ മുള്ളിൽ കുടുങ്ങി തേങ്ങി കരയും ഒരു
ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ന്യായം ശ്രവിക്കാൻ ആളില്ലാതായി ഞാൻ എൻ്റെ നാവടക്കി. നീതി ലഭിക്കും വേദിയില്ലാതായി വിധിയേറ്റുവാങ്ങി ഞാൻ. പിഴ നിരത്തി തോളിൽ ചുമത്താൻ പ്രിയ സ്നേഹിതരും ചേർന്നു. എന്നെ കുരുക്കാൻ തീർത്ത കെണികൾ പ്രിയനേശു ഭേദിച്ചു. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും Bye. ബൈ.